ഏറിയും കുറഞ്ഞും സാധാരണക്കാരന് ആദ്യ കയറ്റുകയാണ് സ്വർണ്ണവില. വില കുറഞ്ഞ സ്ഥിതിക്ക് ഇനി സ്വർണം വാങ്ങിയേക്കാമെന്ന് കരുതിയാൽ ഉടനടി വില കയറും. ഇതാണിപ്പോൾ ഏതാനും ദിവസങ്ങളായി സ്വർണ്ണ വിപണിയിൽ സാധാരണ കാഴ്ച. ഇന്നലെ മാത്രം 4 തവണയാണ് സ്വർണ്ണവിപണിയിൽ മാറ്റം സംഭവിച്ചത്. 2 തവണ വില കുറയുകയും 2 തവണ കൂടുകയും ചെയ്തു. ഇന്നും കാര്യങ്ങൾ വ്യത്യസ്തമല്ല എന്ന നിലയ്ക്കാണ് സ്വർണ്ണവിലയുടെ പോക്ക്. രാവിലെ വില കുറഞ്ഞെന്ന ആശ്വാസത്തിരിക്കുമ്പോൾ ഉച്ചയ്ക്ക് സ്വർണത്തിന് വില വീണ്ടും ഉയർന്നിരിക്കുകയാണ്. സ്വർണ്ണവില ഇന്ന് രാവിലെ കേരളത്തിൽ നേരിട്ടത് വൻ ഇടിവായിരുന്നു. പവന് 1040 രൂപ താഴ്ന്ന് വില 1,11,280 രൂപയായി. ഗ്രാമിന് 130 രൂപയായി താഴ്ന്ന് 13,910 രൂപയും. ഇന്നലെ കേരളത്തിലും രാജ്യാന്തര തലത്തിലും സ്വർണ്ണവില രാവിലെ കനത്ത തകർച്ച നേരിട്ടിരുന്നു. രാജ്യാന്തര വില ഔൺസിങ്ങിന് $5,000 മുകളിൽ നിന്ന് ഇന്നലെ നിലം പൊത്തിയത് 4,400 നിലവാരത്തിലേക്ക്. വില കുറയുകയും അവസരം മുതലെടുത്ത് ചിലർ വാങ്ങിക്കൂട്ടുന്നത് വലിയ തോതിലുള്ള വിലയിടിവിന് തടസ്സമാകുന്നു. കേരളത്തിൽ ഓൾ കേരള അസോസിയേഷൻ ആൻഡ് ഡയമണ്ട് സിൽവേഴ്സ് മെർച്ചന്റൈസ് അസോസിയേഷന്റെ നിർണായക പ്രകാരം ഇന്ന് 18 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 110 രൂപ താഴ്ന്ന് 11,495 രൂപയിലെത്തി. വെള്ളി വില 20 രൂപ ഇടിഞ്ഞ് ഗ്രാമിന് 280 രൂപയായി. കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റൈസ് അസോസിയേഷൻ കണക്ക് പ്രകാരം 18 ക്യാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് 105 രൂപ കുറഞ്ഞ് 11,430 രൂപയാണ്. വെള്ളിക്ക് 280 രൂപ. എന്നാൽ ഇന്ന് ഉച്ചയ്ക്ക് 12:20 കളി മാറി. വില രാവിലെ കുറഞ്ഞതിനേക്കാൾ കയറിയിരിക്കുകയാണ് ഇപ്പോൾ. സ്വർണം ഗ്രാമിന് 200 രൂപ കൂടി 14,110ലേക്കും പവന് 1,600 രൂപ കൂടി 1,12,880 രൂപയിലേക്കും എത്തി നിൽക്കുകയാണ് നിലവിൽ. ഒരാഴ്ച കൂടി സ്വർണ്ണവില ഇത്തരത്തിൽ ഏറിയും കുറഞ്ഞുമിരിക്കാനാണ് സാധ്യതയെന്നാണ് സ്വർണ്ണ വ്യാപാരികൾ അടക്കം പറയുന്നത്.